നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുതിർത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ്, ബട്ടർ, നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ബീൻസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കശുവണ്ടി, ഉണക്കമുന്തിരി, ഉപ്പ് ആവശ്യത്തിന്, ഗരം മസാല, ക്യാരറ്റ്, ബേ ലീവ്സ്, വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ്, ആവശ്യത്തിന് വെള്ളം, സവാള. അടുപ്പത്ത് വെച്ച് ഒരു പാത്രം വെച്ച് ചൂടാക്കി അതിലേക്ക് ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ നന്നായിട്ട് ഉരുക്കി വന്നു കഴിയുമ്പോഴത്തേനും ഏലക്കായും കറുവപ്പട്ടയും കൂടെ ആഡ് ചെയ്യാം. ഇതിലേക്ക് ബേ ലീവ്സും കൂടെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേനും നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ആഡ് ചെയ്യാം. കൂടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇളക്കി ഇതിലേക്ക് വെള്ളം ചേർത്ത് നമുക്ക് അരി നന്നായിട്ട് വെന്ത് വരാനായിട്ട് വയ്ക്കാം. നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. സവാളയും കിസ്മിസും വറുത്തെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ബട്ടർ ഉരുക്കി വേണം. ബട്ടർ ഉരുക്കി വന്ന ശേഷം നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യാം. നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി വയ്ക്കാം. ഇനി നമുക്ക് കിസ്മിസ് വറുത്തെടുക്കാം. ജസ്റ്റ് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂനട്ട്, ഉണക്കമുന്തിരി.
മുന്തിരിയൊക്കെ നല്ല വീർത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ നമുക്ക് ഫ്രൈഡ് റൈസിനുള്ള വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുക്കാം. അതിന് ആദ്യം ചൂടായ നെയ്യിലേക്ക് നമുക്ക് ബീൻസ് ക്യാരറ്റ്, ഗ്രീൻ ചില്ലി, നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് വെന്ത് വരാനായിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലൂടെ ഒന്ന് വഴണ്ട് വരാനായിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെക്കാം. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഗരം മസാലയും കൂടെ ആഡ് ചെയ്തു. നല്ല മസാലയൊക്കെ കൊടുത്ത് നല്ല ഒരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിലേക്ക് ആഡ് ചെയ്യാം. വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസിലേക്ക് നമ്മൾ തയ്യാറാക്കിയ വെജിറ്റബിൾ മസാല ആഡ് ചെയ്യാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് നമ്മൾ ഫ്രൈഡ് റൈസ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാള, കിസ്മിസ്, ആഡ് ചെയ്ത് ഇനി ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കും. നമ്മുടെ സ്വാദിഷ്ടമായ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി സൈഡ് ഡിഷായിട്ട് പപ്പടമോ അച്ചാറോ ഒക്കെ കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ്.